ചെറിയൊരു കണക്ക് കൂടി നോക്കാം. സർക്കാർ വിഹിതവും വിപണി വിലയും വിശദമായി തന്നെ പരിശോധിച്ചാലാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയുക. നമുക്കറിയാം, പാലും മുട്ടയും ഒക്കെ കുട്ടികൾക്ക് സ്കൂളിൽ നൽകിയിരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു വില പരിശോധിച്ചാൽ നോക്കൂ, പാൽ ലിറ്ററിന് സർക്കാർ വിഹിതം 52 രൂപയാണ്. 52 രൂപ പാലിന് ഒരു ലിറ്ററിന് നൽകണം. വിപണി വില 60 രൂപയാണ്. അവിടെ അധിക ബാധ്യതയായി വരുന്നത് നോക്കൂ, 8 രൂപയാണ്. അപ്പോൾ 10 ലിറ്റർ പാൽ വാങ്ങിയാൽ എന്താണ് അവസ്ഥ? ഇതിൽ സർക്കാർ വിഹിതം 520 മാത്രമേ കിട്ടുകയുള്ളൂ. വിപണി വില 600 രൂപയാവും. അപ്പോൾ അധിക ബാധ്യത 80 രൂപ നൽകേണ്ടി വരും. അതിപ്പോൾ 100 ലിറ്ററാണ്. വലിയൊരു സ്കൂളാണെങ്കിൽ 100 ലിറ്റർ ആവുമ്പോൾ അതിനനുസരിച്ച് അധ്യാപകരുടെ പോക്കറ്റിൽ നിന്ന് പണം പോകും. ഇനി പുഴുങ്ങിയ മുട്ടയുടെ കാര്യം നോക്കിയാലോ, സർക്കാർ വിഹിതം 6 രൂപയാണ്. വിപണിയിൽ മുട്ടയുടെ വില 8 രൂപയാണ്. അപ്പോൾ അധിക ബാധ്യത 2 രൂപയായി. ഒരു കുട്ടിക്ക് എന്ന നിലയ്ക്ക് കണക്കാക്കിയാൽ പോലും പുഴുങ്ങിയ മുട്ടയ്ക്ക് അത്രയധികം തുക വരും. 10 മുട്ട വാങ്ങിയാൽ 20 രൂപയോളം അധ്യാപകരുടെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയും. ഇനി ഏറ്റവും പ്രശ്നം പാചകവാതകത്തിന്റെ കാര്യത്തിലാണ്. ഈ കഴിഞ്ഞ വർഷം 1800 രൂപയിൽ താഴെയായിരുന്നു വാണിജ്യ സിലിണ്ടറിന്റെ വില. ഇപ്പോൾ അത് എത്രയാണ്? 3200 നിൽക്കുന്നു. അത്രയധികം പണം വർദ്ധിച്ചിരിക്കുന്നു. ഏതാണ്ട് 1400 രൂപയിലധികം അധികമായിട്ടാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വരുന്നത്. അപ്പോൾ അത്ര വലിയ വ്യത്യാസം ഉണ്ടാകുന്നത്, ഇത്രയും വലിയ തുക ഒരു ദിവസം 1-2 ദിവസത്തേക്ക് മാത്രമേ ചിലപ്പോൾ ഒരു സിലിണ്ടർ മതിയാവുകയുള്ളൂ ഒരു സ്കൂളിലൊക്കെ. അപ്പോൾ അത്രയധികം തുക അധ്യാപകരുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കാതെ ഒരു മാർഗവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്. വാണിജ്യ സിലിണ്ടറിന്റെ വില 1800 രൂപ കഴിഞ്ഞ വർഷം 3200 രൂപയിൽ എത്തി നിൽക്കുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. പലരും വിറകിനെയൊക്കെ ആശ്രയിക്കുന്നു എന്നാണ് ചില അധ്യാപകരൊക്കെ നമ്മളോട് പറഞ്ഞത്. പക്ഷേ അവർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കിക്കൊണ്ട് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നറിയില്ല. മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട്. ഉടൻ അതിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഉച്ചഭക്ഷണ പദ്ധതി നിന്നു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന മുന്നറിയിപ്പാണ് അധ്യാപക സംഘടനയൊക്കെ നൽകുന്നത്.